മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മാർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോ വരുന്നുണ്ട് എന്നറിഞ്ഞ ഗനേസരത്തിലെ ആളുകൾ ഈശോയെ കാണാനായിട്ട് അടുത്തു വരികയും ഈശോയെ പറ്റി കേട്ട് അറിഞ്ഞ വ്യക്തികൾ, രോഗികളായിട്ടുള്ള മനുഷ്യരും ഈശോയെ കൊണ്ട് ആവശ്യമുള്ള വ്യക്തികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഈശോ നടന്നു പോകുന്ന വഴികളിലും ഈശോയുടെ അടുക്കലേക്കുമൊക്കെ കൊണ്ടുവരുന്നതായിട്ടാണ്. ഇവിടെ ഈ മനുഷ്യരുടെ വിശ്വാസമാണ് എടുത്ത് കാണിക്കുന്നത്. ഈ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു വലിയ പാഠമെന്ന് പറയുന്നത്, നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈശോയിലുള്ള വിശ്വാസം അത് ആഴത്തിലുള്ളതായിരിക്കണം. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് ലഭിക്കും എന്ന് ഈ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്ന ആ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ദാഹിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തിനേയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളും, അതുപോലെ രോഗികളെ കൊണ്ടുവന്ന വ്യക്തികളും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നത്, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഈശോയുടെ വസ്ത്രവിളുമ്പിലെങ്കിലും സ്പർശിച്ചാൽ അവർക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നതും അവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതും അവർക്ക് സമാധാനം ലഭിക്കുന്നതും ശാന്തി ലഭിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഈ വലിയ കൃപയെ പറ്റിയിട്ടാണ്, വിശ്വാസം എന്ന കൃപ. ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും, ഇപ്പോഴൊക്കെ ജീവിതം വിശ്വാസത്തിൻ്റെതല്ലാത്ത ദിശയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരുവാനും, ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ഈശോയോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.